മലയാളത്തിന്റെ ഒരു വെള്ളിയേട്ടനായ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഇന്ന് തിയേറ്ററുകളിലൊക്കെ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ വെള്ളിയേട്ടൻ. ആദ്യ ദിവസം തന്നെ ഒരു റിലീസ് സിനിമയ്ക്ക് ലഭ്യമാകുന്ന രീതിയിലല്ല, മറിച്ച് ഒരു പുതിയ സിനിമയ്ക്ക് ലഭ്യമാകുന്ന രീതിയിൽ വലിയ ചെണ്ടമേളമൊക്കെയുള്ള ഒരു ഉത്സവ അന്തരീക്ഷത്തിലുള്ള വരവേൽപ്പാണല്ലോ വെള്ളിയേട്ടൻ ആദ്യ ദിവസം റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ നിന്ന് സിനിമയ്ക്ക് ലഭ്യമായത്. തിയേറ്ററുകളിലെ അന്തരീക്ഷത്തിൽ മാത്രമല്ല, നമ്മുടെ പ്രേക്ഷക മനസ്സിൽ പോലും ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് വെള്ളിയേട്ടൻ എന്ന സിനിമയ്ക്ക് സാധിച്ചു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കിടിലൻ സൗണ്ട് ക്വാളിറ്റിയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ 4K റീമാസ്റ്റർ ചെയ്യപ്പെട്ട വെള്ളിയേട്ടന്റെ ഒരു വൻ തരംഗമാണ് തിയേറ്ററുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി എല്ലാവരും ഒരുപോലെ തന്നെ ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസിലേക്കാണല്ലോ. സകല റിലീസ് സിനിമകളുടെ റെക്കോർഡ് കളക്ഷൻ എല്ലാം തന്നെ മറികടക്കും വെള്ളിയേട്ടൻ എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നിലവിലെ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു റിലീസ് സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ലാലേട്ടന്റെ ദേവദൂതൻ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനാണ്. ചിത്രം ഏകദേശം 5,50,00,000 രൂപയായിരുന്നു ഫൈനൽ കളക്ഷനായിട്ട് നേടിയെടുത്തത്. ദേവദൂതന്റെ ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നിസ്സാരമായിട്ട് വെള്ളിയേട്ടൻ മറികടക്കും എന്നൊരു സൂചനയാണ് സിനിമയുടെ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് എല്ലാം തന്നെ നൽകുന്നത്. PVR തിയേറ്ററുകളിലെല്ലാം തന്നെ വെറും 99 രൂപയ്ക്ക് പോലും സിനിമ കാണാനായിട്ട് വലിയൊരു ജനപ്രവാഹമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ 100-200 രൂപ കൊടുത്ത് ഉറപ്പായിട്ടും കൂടുതൽ ജനങ്ങൾ സിനിമ കാണാനായിട്ട് എത്തുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും വെള്ളിയേട്ടൻ ഒരു വമ്പൻ കളക്ഷൻ, റെക്കോർഡ് കളക്ഷൻ തിയേറ്ററുകളിൽ നേടിയെടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങൾ പ്രേക്ഷകരുടെ സിനിമയുടെ കളക്ഷൻ പ്രഡിക്ഷൻസ് എത്രയാണ്? താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ. കാത്തിരിക്കും മമ്മൂട്ടിയുടെ മാസ് ചിത്രം വെള്ളിയേട്ടൻ കളക്ഷൻ അറിയാനായിട്ട്.